വെറും 4 ദിവസം കൊണ്ട് യു ഐ ഡ്രൈവ് ലൈസൻസ് കണ്ടിട്ടില്ല നിങ്ങളെ വർഷം. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം പോസിബിൾ അല്ല. വെറും 4 ദിവസം എന്ന് ഉദ്ദേശിച്ചത് എക്സാമ്പിൾ ഇപ്പോൾ 1-ാം തീയതി എന്ന് വിചാരിച്ചോളൂ, തിങ്കളാഴ്ച 1, 2, 3, 4 തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അങ്ങനെയല്ല. അതിനെ പറ്റി പിന്നീട് നിങ്ങൾ അന്വേഷിക്കുമ്പോഴായിരിക്കും അതിന് കിട്ടുക. ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കണം, ഫയൽ ഓപ്പൺ ചെയ്യണം, തിയറി ടെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞതിന് ശേഷം എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ റോഡ് പ്രാക്ടീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് അതിൽ. ഇത് 4 പ്രാവശ്യമായിട്ട് തീർക്കാം എന്നുള്ളതാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇന്നങ്ങോട്ട് പോയി ഐ ടെസ്റ്റ് എടുത്ത് ഫയലെടുത്ത് നാളെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ മറ്റന്നാൾ റോഡ് ടെസ്റ്റ് കിട്ടുന്ന ഒരു പ്രവണത ഒരു സാധാരണക്കാരന് കിട്ടൂല. ദർ ഇസ് എ പാക്കേജ് VIP, VVIP. നമ്മളെ ഫിലിം സ്റ്റാർസ് ഒക്കെ കുറച്ച് മുന്നേ അജിത്തൊക്കെ വന്നപ്പോൾ മോട്ടോർ സൈക്കിളിലെ ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു. 10,000 എബോ ഒക്കെ ചാർജസ് ഉള്ള 1-2 ദിവസം കൊണ്ട് ലൈസൻസ് എടുക്കാനുള്ള ഓപ്ഷൻ. നോർമൽ വേയിൽ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി റോഡ് ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ തന്നെ 20 ഡേയ്സ് 15 ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട്, 30 ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട്. അല്ലെങ്കിലും ഷാർജയിലും റാസൽ കൈമയിലും ഫുജൈറയിലും ഒക്കെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ചിലപ്പോൾ മൊസഫിനേക്കാളും കുറവായിരിക്കും, ദുബായിലുള്ള അസസ്മെന്റിനേക്കാളും ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് അല്ലൈനിലെ ആളുകൾ ഫോക്കസ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, 4 പ്രാവശ്യമായിട്ട് നിങ്ങൾ അല്ലൈനിൽ പോകേണ്ടി വരും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ അവർ നിങ്ങളോട് പറയാം. അപ്പോൾ 4 ദിവസം കൊണ്ട് ലൈസൻസ് എന്നുള്ള സംഭവം ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, സാധാരണക്കാർക്കില്ല, നമ്മളെ പോലത്തെ ഒരു പിള്ളേർക്കൊന്നും ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം മാത്രം അതിനെ പറ്റി അപ്ലിക്കേഷനിലേക്ക് പോവുക. ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യണവരും ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഇതിനുള്ളിലുണ്ട്. 4 ദിവസം കൊണ്ട് ലൈസൻസ് എന്ന് അവരും പറയുന്നുള്ളൂ. അത് ഏത് 4 ദിവസം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരി.